റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ശ്രീമതി നുസ്രത്ത് ജഹാനിലേക്ക് പോകാം. നുസ്രത്ത് ജഹാനും സന്തോഷം പകരുന്ന ഒരു ഭേദഗതി ആയിരിക്കാം പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത്. കാരണം വനിതകൾക്ക് കൂടി ഈ വഖഫ് ബോർഡിൽ അംഗത്വം ലഭിക്കുന്ന വളരെ സുപ്രധാനമായ ചരിത്രപരമായ ഒരു ഭേദഗതി ബില്ലാണ് പാർലമെൻറ്റിൽ ഇന്ന് പരിഗണിച്ചത്. നിരവധി 40ഓളം ഭേദഗതികൾ പുതിയ ബില്ലിൽ വിഭാവന ചെയ്യുന്നു. ഈ വഖഫ് ബില്ലിൽ വരുന്ന ഈ ഭേദഗതി ബില്ലിനെ പ്രാഥമികമായി എങ്ങനെ വിലയിരുത്താം ശ്രീമതി നുസ്രത്ത് ജഹാൻ? വഖഫ് അമെൻമെന്റ് ബില്ല് വരുമ്പോ അതിൽ ഏറ്റവും ഭയങ്കര ഒരു സംഭവമാണ് 95-ലുള്ളതിൽ തന്നെ ആക്ച്വലി സ്ത്രീകൾക്ക് അതിൽ പരിഗണന ഉണ്ട് എന്ന് എഴുതി വെച്ചൊരു സാധനം ഹൈഡ് ചെയ്തിട്ടായിരുന്നു ഇത്രയും കാലം വന്നത്. പക്ഷെ BJP സർക്കാർ വന്ന ഈ 10 വർഷത്തിലും സ്ത്രീ പ്രാധാന്യത്തിന് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പറ്റുന്ന സ്ഥലത്തല്ലോ. പക്ഷെ സ്റ്റേറ്റിൽ വരുമ്പോ ഒരു കൂട്ടം മാഫിയ സംഘങ്ങളുടെ അടുത്താണ്. ഏത് സർക്കാർ വന്നാലും ഒരു തരം ആൾക്കാർ അതിലുണ്ടാവും. ഒരു നീർക്കോലികൾ പോലെ അതിലിരിക്കുക വഖഫ് ബോർഡില്. എന്നിട്ട് കൈയടക്കുക, സ്ഥാപനങ്ങൾ കൈയടക്കുക. പലരുതാണ് പറഞ്ഞ ഈ വഖഫ് ബോർഡിൽ സ്റ്റേറ്റിന്റെ അംഗീകാരത്തിൽ കയറി കഴിയുമ്പോൾ, കാരണം സെൻട്രൽ സ്റ്റേറ്റിൽ നിന്ന് 2 ഉണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റിനാണ് പൂർണ്ണ അധികാരം. ഈ സെൻട്രൽ വഖഫ് ബോർഡിന് ഉള്ള മെമ്പേഴ്സിന് ഇതിലൊക്കെ ചർച്ച ചെയ്യെങ്കിലും അവിടെ ഫുൾ ഉത്തരവാദിത്തമാർക്കാണ് സ്റ്റേറ്റിൽ വരുന്നവർക്കാണ്. അപ്പൊ ആ സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു? സ്ത്രീകളെ ഉൾപ്പെടുത്താറില്ല. ഏതെങ്കിലും ആൾക്കാർ വഖഫ് ചെയ്ത ഭൂമി അത് ഞങ്ങളതാണ് ഇന്ന ആളതാ പറഞ്ഞു ഒരു കോർട്ടിൽ പോകും. അപ്പൊ അതിലേക്ക് വഖഫ് ബോർഡിനെ സാക്ഷിയാക്കും ഇവര്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സെൻട്രൽ വഖഫ് ബോർഡിന്റെ നിയമങ്ങള് 95-ൽ വന്നത് തന്നെ ഇവിടെ നിയമം നടത്താൻ ഇവർ സമ്മതിച്ചിട്ടില്ല പല സ്റ്റേറ്റുകളിലും, എസ്പെഷ്യലി കേരളം പോലെയുള്ള സ്ഥലങ്ങളില്. പലതും പിടിച്ചടക്കുകയാണ്. ഇപ്പോഴും ഉണ്ട് കേസുകൾ. 140 കേസുകളാണ് ആൾക്കാർ പിടിച്ചെടുത്തത് ഈ കഴിഞ്ഞ കൊല്ലം മാത്രം രജിസ്റ്റർ ചെയ്തത്, 140. അപ്പൊ ഇതേപോലെ ഓരോ സ്റ്റേറ്റിലും ഉണ്ട്. പിന്നെ ഈ സ്റ്റേറ്റിലൊക്കെ ആരാണ് ഇതില്? കേരള, കർണാടക, ആന്ധ്ര, ആന്ധ്ര, ഹൈദരാബാദ്, ഈ സ്ഥലങ്ങൾ, തെലങ്കാന ഒക്കെ സ്ഥലങ്ങളിൽ നിന്ന് വഖഫിന്റെ കേസുകൾ വന്നിരിക്കുന്ന, സെൻട്രൽ കമ്മിറ്റിക്ക് വന്നിരിക്കുന്ന കേസുകള് അതിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആക്ച്വലി റവന്യൂ കമ്മിറ്റിയാണ് ഇതിന് തീരുമാനം എടുക്കണ്ടെങ്കിലും, പക്ഷെ വഖഫിൽ അടങ്ങുന്ന മെമ്പേഴ്സ് ആ സ്റ്റേറ്റിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇതിന്റെ കേസിൽ പ്രതികളായിട്ടുള്ളത്. അവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. കേസ് പോകുമ്പോൾ ഇതുപോലെ പിടിച്ചെടുക്കുക. എന്തുകൊണ്ടത്? അത് മുസ്ലിമാണ്, ഇത് മുസ്ലിമാണ്. പിന്നെ ഈ മുസ്ലിമിനെ അടിച്ചമർത്തുക, മൈനോറിറ്റിക്ക് എതിരാണ് ഈ ബില്ല് എന്ന് പറയാ. അവിടെ 2 കൂട്ടരും മുസ്ലിമാണ്. ഞാൻ വഖഫ് ചെയ്ത ഭൂമി അവിടെ ഞാന് ഒരു കോളേജ് നടത്താൻ വെക്കുക, അല്ലെങ്കിൽ ഒരു ഓർഫനേജ് നടത്താൻ. വഖഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന സാധനത്തിന് വഖഫ് ചെയ്ത്, ഞാൻ ഇതൊരു വിമൻസ് കോളേജിന് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്താല് അവിടെ വേറെ വന്നിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരാൻ പാടില്ല. അതാണ് വഖഫ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവര് കയ്യിലാക്കാം. വലിയ വലിയ സ്വത്തുക്കള് ഇവര് കയ്യിലാക്കാം. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ വലിയ സ്വത്തുക്കള് സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് 60% ഉണ്ടായതില് 60% ഭൂമി ഇന്ന് കാണാനില്ല. എവിടെ? അത് വഖഫ് ചെയ്ത ഭൂമി, അന്ന് റെക്കോർഡാക്കിയ വഖഫ് ഭൂമി ഇന്ന് എവിടെ? 60% ഇന്ന് കാണാനില്ല. 9 ലക്ഷത്തോളം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് സ്വന്തമായി 9 ലക്ഷത്തോളം ഏക്കർ ഭൂമി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ സംവിധാനം. പക്ഷെ അതിൽ 60% സ്വത്തുക്കൾ ഇന്ന് വഖഫിന്റെ കയ്യിലല്ല, അന്യാധീനപ്പെട്ട് കിടക്കുന്നതാണ്. അത് പലരും മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം അത് അവരുടെ സ്വത്ത് അവകാശത്തിന് യൂസ് ചെയ്യുക, അവരിഷ്ടം പോലെ യൂസ് ചെയ്യുക. അവർക്കൊരു കമ്മിറ്റി ഉണ്ടാവും, അവിടുത്തെ ഒരു സമസ്ത ഉണ്ടാവും, മുസ്ലിം ലീഗ് ഉണ്ടാവും. ഇതാണ് ഓരോ സ്ഥലത്തും സംഭവിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു കൺട്രോളില് ഇത് മുസ്ലിമിന് അധികാരം ഞാൻ എന്റെ ബാക്കി ആൾക്കാരുണ്ടാവില്ലേ, ഞാനല്ലെങ്കിൽ ഞാൻ കൊടുത്താല് ആ ഒരു ആൾക്കാരാണ് പിന്തുടർച്ച അവകാശക്കാരാണ് ഇതിന്റെ വില കേസിന് പോണത്. ഇത് ഇവരിങ്ങനെ യൂസ് ചെയ്യണു, അല്ലെങ്കിൽ അവരവിടെ ബിൽഡിംഗ് കെട്ടി അതിന്റെ വാടക ഇവര് വാങ്ങുന്നു. ഈ 60% ഭൂമി എവിടെ? സ്വാതന്ത്ര്യ സമയത്ത് റെക്കോർഡില്ല. അതിനെ തേടി പിടിക്കാൻ വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേക ചുമതലയാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ അവർ കൊണ്ടുവന്ന ഏറ്റവും ഇവരൊന്ന് അടിയുണ്ടാക്കിയ പാർലമെന്റിൽ എന്താണ്? അതില് മറ്റു മുസ്ലിങ്ങളല്ലാത്തവരെ ഈ ബോർഡിൽ വെക്കൂ. അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റില് ഉദ്യോഗസ്ഥരല്ലാത്ത മെമ്പേഴ്സ് ഇരുന്നോട്ടെ, ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുക്കുന്നുള്ളത് മാത്രമേ ആക്ച്വലി വന്നത്.
അതാണ് ഇന്ന് പാർലമെന്ററി കമ്മിറ്റിയിൽ വിട്ടത്. അപ്പൊ ഇത് മുസ്ലിങ്ങൾക്ക് മൈനോറിറ്റിക്ക് എതിരെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് അടി ഉണ്ടാക്കി അവിടെ പാർലമെന്റിനകത്ത്. ഈ മുസ്ലിം തന്നെയാണ് മുസ്ലിമിനെതിരെ കേസ് കൊടുത്ത് വഖഫിന്റെ പ്രോപ്പർട്ടിക്ക് പോകണമെന്നുള്ള മനസ്സിലാക്കാണ്ടല്ല, ഇതിന്റെ ആധിപത്യം സൃഷ്ടിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നിങ്ങൾക്കറിയോ ഗുജറാത്തില് UP-യിലൊക്കെ അവകാശികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ മാഫിയകളാണ്. പോലീസിന് വരെ അടുക്കാൻ പറ്റാത്ത അത്ര മാഫിയ സംഘങ്ങളാണ് ഇവർക്കൊക്കെ ഈ മുതലാളിമാരുടെ പിന്നിലുള്ളത്. അതും മുസ്ലിമാണ്. വഖഫ് ചെയ്ത ഭൂമി കൊടുത്ത അവന്റെ അവകാശികളും മുസ്ലിമാണ്. പിന്നെ എവിടെയാണ് ഈ മുസ്ലിങ്ങളെ ന്യായം എന്ന് പറഞ്ഞിട്ട് ഈ കൊണ്ടുവരുന്നത്? അത് തന്നെയാണ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നതും. മനസ്സിലാകാതെ പോകുന്നത്.